ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ആൻഡ് നമ്മൾ ഇന്ന് അഗെയിൻ നമ്മളുടെ 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, കേരള സെറ്റ് എക്സാമിൻ്റെ. ആൻഡ് നമുക്കറിയാം, നമ്മളുടെ സിലബസ് പ്രകാരം ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബൌട്ട് ആനിമൽ ഡൈവേഴ്സിറ്റി അല്ലേ. ആൻഡ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ആനിമൽ ഡൈവേഴ്സിറ്റി തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് ആനിമൽ ഡൈവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഒരു വലിയ മൊഡ്യൂളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇൻട്രോ മാതിരി അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു ബേസിക് വശമായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം അതിനകത്ത് നമ്മൾക്ക് ഓരോരോ ഫൈലംസ് അപ് ടു ഡിഫറെൻറ്റ് ലെവൽസ് വരെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലെവൽസിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. ആൻഡ് ഇന്ന് ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, അതിൽ തന്നെ സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ, ഇങ്ങനെ 3 ലെവൽസ് പഠിക്കും. സിമെട്രി പഠിക്കും, ദെൻ അതിനുശേഷം സീലോം പഠിക്കും. സീലോമിൻ്റെ ടൈപ്സും സിമെട്രിയുടെ ടൈപ്സും പഠിക്കും കേട്ടോ. പിന്നെ മെറ്റാമറിസം പഠിക്കും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സെൻറ്റൻസ്, ഇതൊരു സെൻറ്റൻസ് മാതിരി ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതിന് തൊട്ട് മുന്നേ പ്രോകാരിയോട്സ് യൂകാരിയോട്സിൻ്റെ ഒരു ടോപ്പിക്കുണ്ട്, ഒരു കുഞ്ഞു ടോപ്പിക്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ സെല്ല് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പഠിപ്പിച്ച് പോകാമെന്ന് ഞാൻ വിചാരിക്കണം. അത് വളരെ കോമൺ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പിന്നെ ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ സെല്ലിൻ്റെ ടോപ്പിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അതങ്ങ് പറഞ്ഞു പോയേക്കാം. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ഇത്രയും ടോപ്പിക്സാണ് തുടങ്ങുന്നുണ്ടായിരിക്കാം. ഒരു ജീവിക്ക് ഇത്രയധികം ഫീച്ചേഴ്സ്, നമ്മളിപ്പോൾ 4 ഫീച്ചേഴ്സ് അല്ലേ പറഞ്ഞത്, ലെവൽ, ദെൻ സിമെട്രി, സീലോ, മെറ്റമറിസം. ഇപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് പല ഫൈലംസും ക്ലാസ്സസും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ. ഓക്കെ, നമ്മൾ ആനിമലിൻ്റെ ആ ഒരു കിങ്ഡത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് മെല്ലെ മനസ്സിലാവും അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബോഡി ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പല ലെവൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് കുറേ ഓർഗൻസ് ആണുള്ളത്. പക്ഷേ ഈ ഓർഗൻസ് എങ്ങനെ ഉണ്ടായി, അതിനൊരു കൃത്യത വേണ്ടേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അനിമേലിയ എന്ന് പറഞ്ഞ കിങ്ഡത്തിൽ കാണുന്ന ആനിമൽ ഡൈവേഴ്സിറ്റി ആണല്ലോ. സോ വി ആർ ബേസിക്കലി ഫോക്കസിങ് ഓൺ ആനിമൽസ് ഓൺലി കേട്ടോ. അപ്പോൾ ഈ അനിമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിനകത്ത് പെടുന്ന എല്ലാ ഓർഗാനിസംസിനെയും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒരു സ്പെഷ്യൽ ലെവലുണ്ട്, ഒരു ഹയറാർക്കി മാതിരിയുണ്ട്. അപ്പോൾ ആ ലെവലുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനിമൽ കിങ്ഡത്തിനകത്ത് പെടുന്ന സകല ജീവികളും മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെൽസ് എന്തായാലും അവർക്ക് ഉണ്ടായിരിക്കും, അതിൽ തർക്കമില്ല. അപ്പോൾ മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. ഇനിയുണ്ടല്ലോ, ചില ജീവികളുണ്ട് അവരിൽ ഈ സെൽസ് ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ റാൻഡമായിട്ട് ക്ലോഗ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ അഗ്രിഗേഷൻസ് ഫോം ചെയ്തേക്കുന്ന പോലെയാണ് കാണാൻ പറ്റുക. അല്ലാതെ അവരിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഇതിലുള്ള പോലെ സിസ്റ്റംസോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് അവരുടെ ബോഡിയിൽ അങ്ങായിട്ട് കുറേ സെല്ല് വെച്ചിട്ടാണ് അവരുടെ ബോഡി നിർമ്മിച്ചേക്കുന്നത്. അങ്ങനെയുള്ളൊരു ലെവലിനെയാണ് നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഈ ഫൈലം പോറിഫറ പോലെയുള്ള ഫൈലംസിനകത്ത് പെടുന്ന ജീവികളെല്ലാവരും, ദാറ്റ് മീൻസ് സ്പോഞ്ചസ് പോലെയുള്ള ജീവികളെല്ലാവരും പൊതുവെ ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുന്നവരാണ് എന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? അപ്പോൾ സെല്ലുലാർ ലെവൽ മനസ്സിലായില്ല, ജസ്റ്റ് സെൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും അവരിൽ കാണുക. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഒരേപോലെയുള്ള ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന സെല്ലുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അല്ലേ. ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് സിമിലർ ഫംഗ്ഷൻസ് ഇസ് കോൾഡ് ആസ് എ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പല ജീവികളിലും പല സെല്ലുകൾ, ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് കമ്പൈൻ ചെയ്ത് പല ടിഷ്യൂസ് ആയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരേ ടൈപ്പ് സെല്ലുകൾ, ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന സെല്ലുകൾ ഇതുപോലെ കൂട്ടമായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. നമ്മളുടെ ടിഷ്യൂസിൻ്റെ ഇല്ലേ, കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളംനാർ ടിഷ്യൂ, ക്യൂബോയിഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ടിഷ്യൂസ് നമ്മുടെ ബോഡിയിലുണ്ട് അല്ലേ. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിളാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. പല പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പോൾ മുറിവുണ്ടായി നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്കിന്നിനെ തമ്മിൽ യോജിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ യോജക കലകൾ എന്ന് പറയും നമ്മളതിന് മലയാളത്തിൽ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് നമ്മളുടെ ബോഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുന്നവരല്ല. ടിഷ്യൂ
ടിഷ്യൂസ് മാത്രം കാണുന്ന ചില ജീവികളുണ്ട്. അവരാണ് ഈ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുന്നത്. നമ്മൾക്ക് ടിഷ്യൂവിനേക്കാൾ കുറച്ചും കൂടെ അപ്പർ ലെവലിലുള്ളൊരു ലെവലിലാണ് നമ്മൾ പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ ലെവൽ, ദാറ്റ് ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ലെവലിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ. എങ്ങനെയാണ് ഒരു ഓർഗൻ ഫോം ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാമോ? പല പല ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് അതൊരു ഓർഗനായിട്ട് മാറുക. പല പല ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്ത് ഒരുമിച്ച് എന്താവുന്നു? ഓർഗൻ ആകുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർഗൻ ലെവൽ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഓർഗൻ ലെവലിൽ പെടുന്ന ജീവികൾക്ക് പല 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 അവയവങ്ങളായിരിക്കും ഉണ്ടാവുക. പിടികിട്ടിയോ? പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അവയവങ്ങളായിരിക്കും അവരുടെ ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓർഗൻസ് കാണുന്ന ജീവികൾ എല്ലാവരും ഏത് ലെവലിൽ പെടും? ഓർഗൻ ലെവലിൽ പെടും. ക്ലിയർ അല്ലേ? നമ്മൾ ഓർഗൻ ലെവലിൽ പെടില്ല. നമുക്ക് ഓർഗൻ ഉണ്ടെങ്കിലും ഓർഗനേക്കാളും തൊട്ട് മുകളിലുള്ളൊരു ലെവലിലാണ് നമ്മൾ പെടുക. ദാറ്റ് ഈസ് ഓർഗൻ സിസ്റ്റം ലെവൽ. എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്, ഒരുപാട് ഓർഗൻസ് ഉണ്ട് ഇല്ലേ? മൗത്ത്, ഈസോഫാഗസ്, ലങ്സ്, കിഡ്നി, ഹാർട്ട്, അങ്ങനെ പല 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള അവയവങ്ങൾ നമ്മളുടെ ബോഡിക്കകത്തുണ്ട്. ഈ അവയവങ്ങൾ പരസ്പരം എങ്ങനെയൊക്കെയോ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലങ്സും നമ്മുടെ മൂക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലേ? നമ്മളുടെ സ്റ്റൊമക്കും നമ്മുടെ അന്നനാളവും നമ്മുടെ കുടലുകളുമായിട്ട് കണക്ഷൻ ഉണ്ട്. കിഡ്നിയും യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഹാർട്ടും ബ്ലഡ് വെസൽസുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള പല അവയവങ്ങൾ ഇതുപോലെ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. വെറും കണക്ഷൻസ് അല്ല, ഇവർ ഒരുപാട് അവയവങ്ങൾ ഒരുമിച്ച് ചേർന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് അവയവങ്ങൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്കൊരു സിസ്റ്റം കിട്ടുക. അങ്ങനെ ഒത്തിരി സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ ഫോം ചെയ്യുന്ന സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം, ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ ഫോം ചെയ്യുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ ഫോം ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആൻഡ് എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ടുള്ള അവയവങ്ങൾ ഫോം ചെയ്യുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം. അങ്ങനെ ഒത്തിരി സിസ്റ്റംസ് നമുക്കുണ്ട്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? കുറേ അവയവങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നു അല്ലേ? മൗത്തിലുള്ള ഭക്ഷണം സ്വാഭാവികമായിട്ടും സ്റ്റൊമക്കിലെത്തും, സ്റ്റൊമക്കിൽ നിന്ന് അത് കുടലിലെത്തും. ഇതൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പാസ് ചെയ്ത് പോവുള്ളൂ അല്ലേ? അപ്പോൾ അത്തരത്തിൽ പല ഓർഗൻസ് ഇത്തരത്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് വിളിക്കുക. മനുഷ്യരടങ്ങുന്ന നമ്മൾ അതുപോലെ മറ്റു വലിയ ജീവികളൊക്കെ ഇത്തരത്തിൽ ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഒരു ലെവലിൽ പെടുന്നവരാണ് കേട്ടോ. നമുക്ക് സെല്ലുണ്ട്, ടിഷ്യൂ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിൽ പെടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒരു അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡീനെ നമ്മൾക്ക് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് ഒരു തുല്യത കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡുകളിൽ നമ്മൾക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, ഒരു തലയുണ്ട്. അപ്പോൾ ഒരു പ്രൊപ്പോർഷൻ മാതിരി നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതിനെയാണ് നമ്മൾ സിമെട്രി കൊണ്ടിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ സിമെട്രി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു പ്രൊപ്പോർഷനാണ്. ആൻഡ് സിമെട്രി ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഓക്കെ, ഇല്ലാത്തവരെ നമ്മൾ അസിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും, ഉള്ളവരെ നമ്മൾ സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അസിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ സിമെട്രി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ അവരെ ഒന്ന് നടുവിൽ വെച്ച് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. നടുവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് രണ്ട് ഈക്വൽ ഹാഫുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. രണ്ട് ഈക്വൽ ഹാഫുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് സിമെട്രിക് ആണ്, കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് അസിമെട്രിക്കൽ ആണെന്നാണ്. അപ്പോൾ അസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ശരീരത്തിൽ കൂടെ ഏത് രീതിയിൽ കട്ട് ചെയ്താലും അതിനെ ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിടികിട്ടിയോ? അതിന് എക്സാമ്പിളാണ് സ്പോഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈലം പോറിഫെറയിൽ വരുന്ന സ്പോഞ്ചസ്. അവർ ഏത് രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ഈക്വലായിട്ട് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയാണ് അസിമെട്രിക്കൽ എന്ന് വിളിക്കാം. ഇനി സിമെട്രിക്കൽ എന്ന് വിളിച്ചാലോ, നമ്മൾക്ക് അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ കട്ട് ചെയ്താൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും. ഇപ്പോൾ മനുഷ്യനെ തല മുതൽ കാല് വരെ കട്ട് ചെയ്താൽ രണ്ട് പകുതികളായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നവരെയാണ് സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ആൻഡ് ആ സിമെട്രി രണ്ട് തരത്തിലുണ്ട്, റേഡിയൽ സിമെട്രിയും ബൈലേറ്ററൽ സിമെട്രിയും. ബൈറേഡിയൽ സിമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സിമെട്രിക്കിനകത്ത് വരുന്നത് റേഡിയൽ സിമെട്രിയും അതുപോലെ തന്നെ ലേറ്ററൽ സിമെട്രിയുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റേഡിയൽ ആയിട്ടുള്ള സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ നമ്മുടെ കയ്യിലൊരു ഓർഗാനിസം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമ്മൾക്കതിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ ഒരു സ്റ്റാർ ഫിഷിനെ ചിന്തിക്കുക.
സ്റ്റാർ ഫിഷിന് 5 പാർട്സ് ഉണ്ട് അല്ലേ, 5 ഇങ്ങനെ ആംസ് പോലെയുണ്ട്. അതിലേത് ആമിൻ്റെ നടുക്കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്താലും ഈക്വൽ ആയിട്ടുള്ള ഹാഫുകൾ കിട്ടില്ലേ. ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു സ്റ്റാർ ഫിഷിനെ വെച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏത് പ്ലെയിനിൽ കൂടെ, അവിടെ ചെറിയ ആഷ് കളറിലെ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്, അതിൽ ഏത് പ്ലെയിനിൽ കൂടെ, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമ്മൾക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫുകളെ കിട്ടും. ഇത്തരത്തിൽ നമ്മൾക്ക് ഈക്വൽ ഹാഫുകളെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഫൈലം സീലൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ, ഫൈലം എക്കിനോഡെർമേറ്റ, ഇങ്ങനെയുള്ളവർക്കൊക്കെ റേഡിയൽ സിമെട്രിയാണ്. ഇവർ എന്തൊക്കെയാണ്, എങ്ങനെയുള്ളവരൊക്കെ ആണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. ഐ മീൻ ഫൈലംസ് പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇനി അടുത്തത് ബൈലേറ്ററൽ സിമെട്രി. ബൈലേറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിനെ ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാനിവിടെ നിങ്ങൾ ആ പിക്ചർ കാണിച്ചപ്പോൾ സ്റ്റാർ ഫിഷിൻ്റെ ഒപ്പം ഒരു തുമ്പിയെ കൂടി വെച്ചിട്ടുണ്ടായി, ഒരു ചിത്രശലഭത്തെ കൂടെ വെച്ചിട്ടുണ്ടായി അല്ലേ. ഞാൻ അവിടെ ഒരു ലൈൻ ബോധരി പാസ് ചെയ്യുന്നതായിട്ട് വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾ അല്ലേ? അപ്പം അതിൻ്റെ തല മുതൽ അതിൻ്റെ ബോഡീനെ ഒറ്റ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ അതിനൊന്ന് കുറുകെ മുറിച്ച് നോക്കിയാൽ കിട്ടത്തില്ല. കാരണം അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ തലഭാഗം വേറെ, ബാക്കി ഭാഗം വേറെ നല്ല രീതിയിലായി പോകും അല്ലേ. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ മാത്രം, അത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആയിരിക്കണം, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ ബൈലേറ്ററൽ സിമെട്രി. ബൈ എന്ന് വെച്ചാൽ 2 അല്ലേ, 2 ഹാഫ്സ് ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെ 2 ഹാഫുകൾ കിട്ടുന്നതിനെയാണ് ബൈലേറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള എന്താണ് ബൈലേറ്ററൽ സിമെട്രിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ തന്നെ സൈഡിൽ ഒരു ബോ വെച്ചേക്കുന്നത് കാണാൻ പറ്റും അല്ലേ. ഈ ബോയ്ക്ക് എന്ത് സിമെട്രി ആണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? റേഡിയൽ ആണോ, അതോ അസിമെട്രി ആണോ, അതോ ബൈലേറ്ററൽ സിമെട്രി ആണോ? ഏത് സിമെട്രിയാണ് ആ ബോയ്ക്കുള്ളത്? ജസ്റ്റ് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടി മിസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ സിമെട്രി മനസ്സിലായി എന്നുള്ളവരെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ സിമെട്രി കഴിഞ്ഞു, ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചിന്തിച്ച് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. ഇപ്പോൾ റേഡിയൽ സിമെട്രിക്ക് മറ്റൊരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് ഹൈഡ്ര എഴുതാം അല്ലേ. ബൈലേറ്ററലിന് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഞണ്ട് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. ഞാനിപ്പോൾ ഫൈലത്തിൻ്റെ രീതിയിലാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഫൈലം അല്ലാതെ ജീവിയുടെ പേര് എഴുതുക എന്നുള്ള രീതിയിലും എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഇസ് സീലോം. സീലോമിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ ബോഡിയുടെ വോളുണ്ട്, അതുപോലെ ഗട്ടിൻ്റെ വോളുണ്ട് അല്ലേ. ഗട്ടറിയാലോ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ബോഡി വോളിൻ്റെയും ഗട്ടിൻ്റെയും ഇടയിലുള്ള ഒരു ക്യാവിറ്റി, ഓക്കെ, ആ ക്യാവിറ്റീനെയാണ് നമ്മൾ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലോം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നമ്മുടെ ബോഡി വോളിൻ്റെയും ഗട്ട് വോളിൻ്റെയും ഇടയിലുള്ള ഒരു ക്യാവിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത സ്ഥലം, ഹോളോ സ്പേസ് എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ ആ ക്യാവിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീലോം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി എന്ന് വിളിക്കുക. ബോഡി ക്യാവിറ്റി കൊളോക്കിയൽ വാക്കാണ്, സീലോമാണ് നമ്മൾ ബയോളജിക്കലി യൂസ് ചെയ്യുന്ന വാക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഉള്ളവരെ നമ്മൾ സീലോമേറ്റ് എന്നും ഇല്ലാത്തവരെ നമ്മൾ സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഉള്ളവരെ നമ്മൾ സീലോമേറ്റ് എന്ന് വിളിക്കും, ഇല്ലാത്തവരെ അസീലോമേറ്റ് എന്ന് വിളിക്കും. ഇല്ലാത്തവരെ സ്യൂഡോ സീലോമേറ്റ് എന്ന് വിളിക്കാം, അസീലോമേറ്റ് എന്ന് വിളിക്കാം കേട്ടോ. സ്യൂഡോ എന്താണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം നമുക്ക് സീലോം എന്താണെന്നുള്ളത്. സീലോം എന്താണെന്ന് ക്ലിയർ ആയാലും ബോഡി ക്യാവിറ്റിനെയാണ് സീലോം എന്ന് വിളിക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് സീലോം ഉള്ളത് അവരെ നമ്മൾ സീലോമേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അനലിഡ, മുളസ്ക, ആർത്രോപോഡ, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ മീൻസ് നമ്മളൊക്കെ വരുന്നവർ, അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? സീലോം ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും എന്തായിട്ട് മാറി? സീലോമേറ്റുകളായിട്ട് മാറി. ഇനി രണ്ടാമത്തത് ദാറ്റ് ഈസ് സ്യൂഡോ സീലോമേറ്റ്സ്. ഞാൻ അതൊരു വ്യത്യസ്ത കളറിൽ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കാരണം തന്നെ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം ആയതുകൊണ്ടിട്ടാണ്. സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബോഡി ക്യാവിറ്റീനെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിയുടെ ചുറ്റിനും കാണാൻ പറ്റുന്ന ഒരു ലെയറാണ് മീസോഡം. നമ്മുടെ എക്ടോഡം, എൻഡോഡം, മീസോഡം ഇല്ലേ. എക്ടോഡം ഏറ്റവും പുറത്ത്, എൻഡോഡം ഏറ്റവും അകത്ത്, നടുവിൽ കാണുന്നത് മീസോഡം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡി ക്യാവിറ്റിനെ ലൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ചുറ്റുമായിട്ട് നമ്മൾക്ക് മീസോഡം കാണാം. പക്ഷേ ഈ ചില ജീവികളുണ്ട് അവർക്ക് മീസോഡം ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ബോഡി ക്യാവിറ്റിനെ അത് കവർ ചെയ്യുന്നില്ല. അവിടെ ഇവിടെ ആയിട്ട് ചില എന്താ പറയുക സ്കാറ്ററിങ്സ് മാതിരി ഇടയ്ക്കിടയ്ക്ക് മാത്രം പൗച്ചസ് പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അവിടെ ഇവിടെ നമുക്ക് കുറച്ച് എന്ത് കാണാൻ പറ്റും? മീസോഡാം കാണാൻ പറ്റും. എക്ടോഡാം ഉണ്ട്, എൻഡോഡാം ഉണ്ട്, അത് കറക്റ്റ് ആയിട്ടുണ്ട്. മീസോഡാം നമ്മുടെ ബോഡി ക്യാവിറ്റിക്ക് ചുറ്റും വരേണ്ടതാണ്. ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിന് ലൈൻ ചുറ്റും മീസോഡാം വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അങ്ങായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് വന്നേക്കുന്നു? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീസോഡാം വന്നേക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു അവസ്ഥ
അതിനെയാണ് നമ്മൾ സ്യൂഡോസീലോം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സ്യൂഡോ മീൻസ് ഫോൾസ് എന്നുള്ളൊരു മീനിങ് ആണ്, ശരിക്കും അല്ലാത്തത്, ട്രൂ അല്ലാത്തത് എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ പ്രോപ്പർ ഒരു സീലോം അല്ല അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീലോം ഇല്ലാത്തത് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മളിതിനെ പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീലോം ആണോ എന്ന് ചോദിച്ചാൽ സീലോം ആണ്, അല്ല എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു സീലോം ഉള്ളതിനെയാണ് സ്യൂഡോസീലോം എന്ന് വിളിക്കുക. അപ്പോൾ ഏതൊക്കെ ജീവികൾക്കാണ് ഇത്തരത്തിൽ സ്യൂഡോസീലോം ഉള്ളത് അവരെ നമ്മൾ സ്യൂഡോസീലോമേറ്റ്സ് എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കും. അതിന് എക്സാമ്പിളാണ് ആസൽമിന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള റൗണ്ട് വേംസ് വരുന്ന ഫൈലം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് സീലോം ഇല്ലാത്തവരാണ്, തീരെ ഇല്ല അവർക്ക്. ഇതിപ്പോൾ നേരത്തെ കുറച്ചെങ്കിലും അവരുടെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു, ഇവർക്ക് സീലോമേ ഇല്ല. ദാറ്റ് മീൻസ് അവർക്ക് ബോഡി ക്യാവിറ്റിയേ ഇല്ല. അങ്ങനെ ബോഡി ക്യാവിറ്റി ഇല്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? അസീലോമേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ബോഡി ക്യാവിറ്റി അവർക്ക് ഇല്ലേ ഇല്ല, പിടികിട്ടിയോ? അപ്പോൾ അതിന് എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമെന്തസ് ആണ്. ഫ്ലാറ്റ് വാം ഒക്കെ ഇല്ലേ, ടേപ്പ് വാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന ഫ്ലാറ്റ് വാം എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലമാണ് അതിന് എക്സാമ്പിളായിട്ട് വരിക. ഞാനിതിൻ്റെ പിക്ചർ കാണിച്ചു തരാം, കണ്ടോ? സീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, അസീലോമേറ്റ്. നിങ്ങൾക്ക് അവിടെ സീലോം ലേബൽ ചെയ്തൊക്കെ കാണാം. സീലോമേറ്റ് എന്നുള്ള പിക്ചർ നോക്കുക. അപ്പോൾ അതിനകത്ത് ഒരു വയലറ്റ് കളറിൽ കാണുന്നത് ദാറ്റ് ഇസ് എക്ടോഡം. ആൻഡ് ഏറ്റവും ഉള്ളിൽ കാണുന്ന ആ ഒരു വയലറ്റ് പോലത്തെ ഭാഗമില്ലേ, അതാണ് എൻഡോഡം. അതിൻ്റെ നടുവിലുള്ള ആ റെഡ് പോർഷനാണ് മീസോഡം. മീസോഡമിൻ്റെ ഇടയിൽ ചുറ്റും ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഒരു വൈറ്റ് പോർഷൻ കാണാം. എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല, ദാറ്റ് ഇസ് എ ബോഡി ക്യാവിറ്റി, അതാണ് സീലോം. അപ്പോൾ ഇവിടെ ബോഡി ക്യാവിറ്റി ഉണ്ട്, സീലോം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തന്നെ സീലോമേറ്റ് വിളിക്കുന്നു. പിടികിട്ടിയോ? അപ്പോൾ മീസോഡാമാണ് റെഡ് കളറിൽ, അതിൻ്റെ ഇടയ്ക്ക് ക്യാവിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇടയ്ക്ക് ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമാണ് മീസോഡാം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവിടെ ഉണ്ട്, അതുകൊണ്ട് അത് സീലോമേറ്റ്. തൊട്ട് താഴെ നോക്കുക, അസീലോമേറ്റ്. വയലറ്റ് കളറിൽ എക്ടോഡം, ഏറ്റവും മുകളിലെ വയലറ്റും ദാറ്റ് ഈസ് ഓൾസോ എക്ടോഡം. നടുവിൽ വയലറ്റ് കളറിലുള്ളത് എക്ടോഡം, ഏറ്റവും ഉള്ളിലുള്ളത് ദാറ്റ് ഇസ് എൻഡോഡം. ആൻഡ് ഇതിന് നടുവിൽ കാണാൻ പറ്റുന്ന റെഡ് പോർഷൻ ദാറ്റ് ഇസ് മീസോഡം അല്ലേ. പക്ഷേ മീസോഡമിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രീ സ്പേസ് ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ സീലോം ഇല്ലെന്നർത്ഥം. അതുകൊണ്ട് അതിനെ അസീലോമേറ്റ് എന്ന് വിളിച്ചു. ഇനി സ്യൂഡോസീലോമേറ്റിലേക്ക് പോവാം. വയലറ്റ് കളറിലുള്ളത് അഗൈൻ എക്ടോഡം, ഉള്ളിലെ വയലറ്റ് എൻഡോഡം, നടുവിലായിട്ട് നമ്മൾക്ക് വൈറ്റ് പോർഷൻ കാണാം. അതിനർത്ഥം അവിടെ സീലോം ഉണ്ട് അല്ലേ. പക്ഷേ അതിനെ ലൈൻ ചെയ്തിട്ട് മീസോഡോം ഉണ്ടോ? മീസോഡോം എന്ത് കളറിലാണ് കണ്ടത് നിങ്ങൾ ഇത്ര നേരം? ഒരു പിങ്കിഷ് റെഡ് കളറിലാണ് കണ്ടത്. ആ റെഡ് അവിടെ ഇവിടെ കുറച്ച് പൗച്ച് പോലെ അങ്ങായിട്ട് സ്കാറ്റർ ചെയ്തിരിക്കുകയല്ലേ. ഈ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്യൂഡോസീലോം കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആർക്കൊക്കെയാണോ സ്യൂഡോസീലോം ഉള്ളത് അവരെ നമ്മൾ എന്ത് വിളിക്കും? സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ക്ലിയർ ആയോ? 3 യെസ്. ഇനി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെറ്റാമെറിസം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില ജീവികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ചെറിയ ഇങ്ങനെ റിങ് മാതിരി കാണാനായിട്ട് പറ്റും. ഞാനൂളുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, റിങ് പോലെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ പുറമേ കാണുന്ന ചെറിയ സെഗ്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് അവരുടെ ബോഡിനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിപ്പോൾ പുറത്ത് മാത്രമല്ല അകത്തും കാണാം. ഇപ്പോൾ അട്ടേനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? തേരട്ടയായാലും അല്ലാത്ത നമ്മൾ രക്തം കുടിക്കുന്ന അട്ടയായാലും ഒക്കെ അവരുടെ ശരീരത്തിൽ പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ റിങ് പോലെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അത് ആക്ച്വലി ഓരോരോ സെഗ്മെൻറ്റുകളാണ്. പിടികിട്ടിയോ? അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവരുടെ ബോഡി നിറയെ കാണാം. അത് അകത്തും കാണാം പുറത്തും കാണാം. ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകളെയാണ്, ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഈ ഒരു സംഭവത്തിനെ നമ്മൾ എന്ത് വിളിക്കും? മെറ്റാമെറിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പൊതുവേ നമ്മളുടെ ഈ അനലിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലുണ്ടല്ലോ, അതിൽ പെടുന്ന ജീവികൾക്കാണ് കൂടുതലും എന്ത് കാണാൻ പറ്റുക? ഈ സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെറ്റാമെറിസം കാണാം. അപ്പോൾ അതുപോലെ റിങ് പോലെ അവരുടെ ബോഡിയിലുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ മണ്ണിരക്കകത്തും അട്ടയ്ക്കകത്തും ഒക്കെ നമുക്ക് ആരെ കാണാം? ഈ പറഞ്ഞ സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെറ്റാമെറിസം കാണാം. മറ്റേ സ്കോർപ്പിയോ ഇല്ലേ, അതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. പുറമേ നിന്ന് മാത്രമേ നമുക്ക് കണ്ടറിവുള്ളൂ. പുറമേ ഉണ്ട്, അതുപോലെ അകത്തും ഉണ്ട്. അത്തരത്തിലുള്ള സെഗ്മെൻറ്റേഷനുകളെയാണ് നമ്മൾ മെറ്റാമെറിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയേക്കുന്നത് എർത്തുവാമിൻ്റെ കാര്യമാണ്. എർത്തുവാമാണ് ഇതിനങ്ങനെ ചെയ്യുന്നത് നല്ല രീതിയിലാണ് എക്സാമ്പിൾ എഴുതിയേക്കുന്നത്. എർത്തുവാം മാത്രമല്ല, ലീച്ചസ് അട്ടയ്ക്കകത്തും ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മളിന്ന് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു. ദെൻ വി സ്റ്റഡിഡ് അബൌട്ട് നമ്മളുടെ സിമെട്രി പഠിച്ചു, സീലോം പഠിച്ചു, ദെൻ ലാസ്റ്റ് വൺ മെറ്റാമെറിസം. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാതെ നമ്മുടെ ജേം ലെയേഴ്സ് ഫോം ചെയ്യുന്ന കാര്യം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് വാക്കുകളായിട്ട് ടേംസ് ആയിട്ട് പരിചയപ്പെടുത്താനുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയാത്തതുകൊണ്ട് നമ്മൾ ഫൈലം പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കാരണം ക്ലാസിഫിക്കേഷനിൽ ഈ 4 കൂടാതെ നമ്മൾക്ക് ഡിപ്ലോ ട്രിപ്ലോ ബ്ലാസ്റ്റിക്
അതുപോലെ തന്നെ നോട്ടോ കോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ പൊതുവേ നമ്മൾ പറയലുണ്ട്. നിങ്ങളുടെ സിലബസിൽ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മിസ് അത് വെച്ചിട്ടില്ല. പക്ഷേ പേടിക്കേണ്ടത് നമ്മൾ ഫയലും പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അതങ്ങ് പറഞ്ഞു നോക്കോളും. ഓക്കെ, അപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ പറഞ്ഞു. സിമെട്രി എന്താണെന്ന് പറഞ്ഞു. 2 ടൈപ്പ് സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് റേഡിയലും ബൈലേറ്ററലും. സിമെട്രി ഇല്ലാത്തവരെ അസിമെട്രിക് എന്ന് പറഞ്ഞു നമ്മൾ വിളിച്ചു. അത് കഴിഞ്ഞ് സീലോം, ബോഡി ക്യാവിറ്റിയാന്ന് പറഞ്ഞു. സീലോം ഉള്ളവരെ സീലോമേറ്റ് എന്നും ഇല്ലാത്തവരെ നമ്മൾ അസീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സ്യൂഡോ എന്ന് വെച്ചാൽ അവർക്ക് ഒറിജിനൽ ഒരു സീലോം ഇല്ല, ഒരു ഫോൾസ് ആയിട്ടുള്ള സീലോം ഉണ്ടെന്ന്. അങ്ങനെയുള്ളവരായിരുന്നു. ലാസ്റ്റ് വൺ മെറ്റാമറിസം അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ്റെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പഠിച്ചു തീർത്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ആനുവൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു ഇനിഷ്യൽ ഒരു തിങ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പോർഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ അതും ചെയ്തിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഒരെണ്ണം ടോപ്പിക് വൈസ് PYQ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് തിരക്കിലാണ് ഇപ്പം, അതുകൊണ്ടിട്ടാണ് PYQs കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഉടനെ അങ്ങനെ ഒരെണ്ണം ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 പേർക്കും ഈക്വലി അത് ബെനിഫിഷ്യൽ ആയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു.